എന്തെല്ലാം കാര്യത്തിന് ഞാൻ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടോ അതെല്ലാം എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ആൾക്കും സാധിക്കാൻ പറ്റാത്ത സാധ്യങ്ങൾ എക്സെപ്റ്റ് നടക്കുന്ന സംഗതി, പക്ഷേ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ഞാൻ നടക്കുന്നു. എനിക്ക് ഈ അപകടം പറ്റുന്നത് 2011 ഏപ്രിൽ 1 തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന സമയത്ത് തൊണ്ടയുടെ ബൈപ്പാസിൽ വെച്ച് കാറിൻ്റെ ബാക്ക് ടയർ പൊട്ടിയതായിരുന്നു. അങ്ങനെ കാറ് തലകീഴായിട്ട് മറിഞ്ഞു, നട്ടെല്ല് പൊട്ടി. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് അറിയില്ലായിരുന്നു എന്താ പറ്റിയെന്നുള്ളത്. പിന്നെ ഓർമ്മ വന്നു കഴിഞ്ഞതിന് ശേഷവും ഞാൻ വേഗം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് സിറ്റുവേഷൻ എന്താണെന്ന്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നി ഒന്നെങ്കിലും ഒരു ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ മറ്റെന്തോ. കാരണം വെച്ചാൽ എനിക്ക് ഈ കഴുത്തിനാൽ കീഴ്പോട്ട് ഒന്നും അനക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഈ അനക്കുന്ന പോലെ കയ്യും ഒന്നും അനക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു വെച്ചാൽ എത്ര വേദനയുള്ള സിറ്റുവേഷൻസും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഒറ്റയ്ക്ക് തിരിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെയാണ് ഈ കൈയൊക്കെ ഇളകി കാണുന്നത്. പിന്നെ ഞാൻ പിന്നോട്ട് ഇരുന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാനായിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ചു തുടങ്ങി. വീട്ടിലേക്ക് വിളിച്ച് ഞാൻ പറഞ്ഞു പുറത്ത് വന്നിരിക്കണം, എന്നെ പുറത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ പിന്നെ ഓരോ ബർത്ത്ഡേ പാർട്ടികൾക്ക് കൊണ്ടുപോയി. അങ്ങനത്തെ അവസ്ഥയല്ല അന്ന്. യൂറിൻ ട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞാൻ ടൂർ പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി. എന്നെ നോക്കാനായിട്ടൊരു കെയർ ടേക്കറിനെ ഞാൻ ഹയർ ചെയ്തു. അപ്പോൾ എനിക്ക് ആ യാത്രയുടെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ വീട് വിട്ട് പുറമെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എന്നെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ 3 ദിവസം എനിക്ക് ഒരു പഠിത്തമായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ വീട് വിട്ടിട്ടുള്ള യാത്രകൾ കൂടുതലാക്കി തുടങ്ങി. എനിക്ക് പാട്ട് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ കൈതപ്പുറം വിശ്വനാഥൻ സാറെ വിളിച്ചു നോക്കിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പാട്ട് പഠിക്കുക എന്നുള്ളതല്ല, അങ്ങനെയുള്ള ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ തീർക്കുക എന്നുള്ളതായിരുന്നു ഇഷ്ടം. എന്നാൽ പിന്നെ ഈ വണ്ടി ഞാൻ പഴയ പോലെ തന്നെ ഞാൻ തന്നെയല്ലേ ഓടിക്കൽ. അങ്ങനെ ഓൾട്ടർ ചെയ്യിച്ചു. ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഓടിച്ചു തുടങ്ങി. ഒരാളുടെ സഹായം വേണ്ട. അതെനിക്ക് ഭയങ്കര റിലാക്സേഷനും. പിന്നീട് ആവശ്യം സ്വന്തമായിട്ടൊരു ജോലിയായിരുന്നു. അങ്ങനെ ജോലിക്ക് വേണ്ടി ഞാൻ അന്വേഷിച്ചു. എൻ്റെ പഴയ കമ്പനികളിലൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ മറുപടി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അതെനിക്ക് ഈ ആക്സിഡൻറ്റ് പറ്റിയതിനെക്കാട്ടും വലിയ ആഘാതമായിരുന്നു. ഒരു സ്ഥലത്തും ജോലി കിട്ടുന്നില്ല. അങ്ങനെ തുടങ്ങിയ എനിക്ക് തന്നെ കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു എനിക്ക് പലതും സാധിക്കുന്നുള്ളത്. അതിലാദ്യത്തെ പടിയായിരുന്നു ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുക, സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട്. ഞാൻ പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കാര്യം മാത്രമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിട്ട് പ്രധാനമന്ത്രിയെ പോയി കാണുന്ന സമയത്ത് അർത്ഥമില്ലല്ലോ. അപ്പോൾ പോകുമ്പോൾ ഇന്ത്യയിലുള്ള മറ്റുള്ള ഇതുപോലെ പറ്റിയിട്ടുള്ള ആളുകളെ ഞാൻ പോയി കാണട്ടെ, അതുപോലുള്ള ഓർഗനൈസേഷൻസ് കാണട്ടെ. അപ്പോൾ അവരെ കൂടി വിഷമങ്ങൾ കൊണ്ടുപോയിട്ട് ചെല്ലുക എന്നുള്ളതായിരുന്നു. പിന്നെ ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മുറിൻ്റെ അകത്തുനിന്ന് അദ്ദേഹം ചോദിച്ചു ഇങ്ങനെ നടന്നാൽ മതിയോ, എന്താണ് ഭാവിയിലേക്കുള്ള പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഒരു ഇൻ്റർനാഷണൽ എക്സ്പോ നടത്താനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ അമേരിക്കയ്ക്ക് പറഞ്ഞയച്ചു ഒരു എക്സ്പോ കാണാൻ വേണ്ടിയിട്ട്. 2-3 എക്സ്പോസ് കണ്ടു. തിരിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ ദിവ്യാങ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് തുടങ്ങി. എനിക്കൊരു വാശിയായിരുന്നു സമൂഹത്തിൻ്റെ അടുത്ത്. എനിക്ക് മാത്രമല്ല മറ്റുള്ള ആളുകൾക്ക് ജോലി നൽകുന്നത് ഞാൻ കാണിച്ചു തരാമെന്നുള്ളത്. അപ്പം ആ ഒരു ഇതിൽ വാശിക്ക് തുടങ്ങിയ ഒരു സംഭവമായിരുന്നു മാർഗ എന്നുള്ളത്. മനസ്സ് തളർന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു അപകടം പറ്റി മനസ്സ് തളർന്നു കഴിഞ്ഞാൽ അത് തളരുക തന്നെയുള്ളൂ. തളരാതിരിക്കുക. ജീവിതത്തിൽ നമ്മുടെ ഈ ഭൂമിയിലുള്ള സൗന്ദര്യം കാണണം എന്നുണ്ടെന്ന് വെച്ചാൽ അവനവനായിട്ട് പുറത്തേക്ക് ഇറങ്ങുക. തളരാത്ത മനസ്സുമായി പ്രജിത്ത് ജയപാലിൻ്റെ യാത്ര ഇനിയും തുടരും. ജസ്റ്റിൻ മാത്യുവിനൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.